ഓറിയൻ സ്റ്റഡി സെന്ററിലെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ കെമിസ്ട്രിയിലെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയാണ്. എന്തായാലും ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞിരുന്നത് പ്രിമിറ്റീവ്, നോൺ പ്രിമിറ്റീവ്, യൂണിറ്റ് സെല്ലുകൾ, SC, BCC, FCC, ECC എന്നിങ്ങനെയാണ് നമ്മൾ ആദ്യം പറഞ്ഞു നിർത്തിയിരുന്നത്. അത് യൂണിറ്റ് സെല്ലുകളാണ്. അപ്പൊ നമ്മളതെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്തായിട്ട് ടോപ്പിക്കിലോട്ട് കടക്കുവാണ്. അപ്പൊ അതിന് മുമ്പ് ചെറിയൊരു പോയിന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പറയേണ്ടതായിരുന്നു, വിട്ടുപോയി. നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു ബ്രേവിയസ് ലാറ്റിസ്. നിങ്ങൾക്ക് ഓർമ്മയാണോ? നമ്മളെ ക്രിസ്റ്റൽ ലാറ്റിസ് നമ്മൾ ഒരു മോളിക്കൂളിനകത്തുള്ള ആറ്റങ്ങൾ, നമ്മൾ ക്യൂബായിട്ടുള്ളത്. നമുക്ക് 3D ഇസ് എ 3D റെപ്രസെന്റേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. നമുക്ക് ക്യൂബ് മാത്രമല്ല 3D ഉള്ളത്. നമുക്ക് ഒരുപാട് തരത്തിൽ ഒരുപാട് രൂപങ്ങളിൽ നമുക്ക് 3D വരയ്ക്കാൻ കഴിയും. നമുക്ക് ഏകദേശം 7 സിസ്റ്റങ്ങളായി 14 വേരിയേഷൻസ്. 7 സിസ്റ്റങ്ങളായി 14 വേരിയേഷനുകൾ. നമ്മളോട് ഞാൻ റിപ്പീറ്റ് പറയുവാണ്. 7 സിസ്റ്റങ്ങളായി 14 വേരിയേഷൻ നമുക്ക് ബ്രേവിയസ് ലാറ്റിസ് നമുക്ക് വരയ്ക്കാൻ, നമുക്ക് ക്രിസ്റ്റൽ ലാറ്റിസ് വരയ്ക്കാൻ കഴിയും. 7 സിസ്റ്റങ്ങളായി 14 വേരിയേഷൻ നമുക്ക് ക്രിസ്റ്റൽ ലാറ്റിസ് നമുക്ക് വരയ്ക്കാൻ കഴിയും. 3D ആയിട്ട് വരയ്ക്കാൻ കഴിയും. നമ്മൾ ആ 14 വേരിയേഷൻസിനെയും കൂടി വിളിക്കുന്ന ഒരു കോമൺ നെയിം ആണ് ബ്രേവിയസ് ലാറ്റിസ്. It is the 14 possible variations of crystal lattice are called Bravais lattice. നിങ്ങളുടെ പാഠഭാഗത്ത്, നിങ്ങളുടെ ടെക്സ്റ്റിൽ പാഠഭാഗത്ത് ഒരു ടേബിൾ കൊടുത്തിട്ട് എന്ന് നോക്കാം. നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പാഠത്തിന്റെ ഒരു 2-3 പേജ് കഴിഞ്ഞ് അവിടെ ഒരു കൃത്യമായിട്ട് ടേബിളിൽ കൊടുത്തിട്ടുണ്ട് 7 സിസ്റ്റം, 14 വേരിയേഷൻസ്. നിങ്ങൾ എല്ലാ കുട്ടികളും, എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് ഞാൻ ഇവിടെ എഴുതിയപ്പോ നമ്മൾ സമയം കളയുന്നില്ല. അതൊരു ടേബിളാണ് സംഭവം. അതിന്റെ പേര്, അതിന്റെ കൂടെ എക്സാമ്പിൾ, അതിന്റെ എഡ്ജിലേക്ക് നിങ്ങൾ സംഭവങ്ങളൊക്കെ ഇപ്പൊ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത അല്ലെങ്കിൽ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് ഒരു ബുക്കിനകത്ത് എഴുതി ഇടിക്കുകയോ അല്ലെങ്കിൽ അത് പഠിക്കുകയോ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അത് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ സയൻസ് ആണ്. അതിന്റെ എക്സാമ്പിൾ കൃത്യമായിട്ട് നിങ്ങൾ ആ പുസ്തകം നോക്കി ആ പേജിനകത്ത് നോക്കിയത് ടിക്ക് ചെയ്ത് വെച്ച് പഠിക്കേണ്ടതാണ്. ഓക്കെ ആണല്ലോ? ഞാൻ പറഞ്ഞ ടോപ്പിക് എന്താണ്? നമുക്ക് ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള 3D അറേഞ്ച്മെന്റ് ആയിട്ട് നമുക്ക് 7 സിസ്റ്റവും 14 വേരിയേഷൻസും ഉണ്ട്. 7 സിസ്റ്റവും 14 വേരിയേഷൻസും ഉണ്ട്. നമുക്ക് അതിനെ വിളിക്കുന്ന കോമൺ നെയിം ആണ് ബ്രേവിയസ് ലാറ്റിസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ബ്രേവിയസ് ലാറ്റിസ്. നമ്മുടെ വർക്ക് നിങ്ങൾ മറക്കരുത്. ടെക്സ്റ്റ് ഭാഗത്ത് നോക്കി കൃത്യമായിട്ട് അത് എഴുതിയെടുക്കും, അല്ലെങ്കിൽ അത് പഠിക്കണം. ബ്രേവിയസ് ലാറ്റിസ്. ഓക്കെ, നമ്മുടെ പ്രധാന ഹെഡിങ് അടുത്ത ടോപ്പിൽ കണക്കുള്ളത് നമ്മൾ നമ്പർ ഓഫ് ആറ്റം ഇൻ യൂണിറ്റ് സെൽ. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ. നമ്മൾ ഒന്നാമത്തെ പഠിച്ചിരുന്നു പ്രിമിറ്റീവിനകത്ത് ഏതായിരുന്നു? SCC, സിമ്പിൾ ക്യൂബിക് സെൽ. നമുക്കറിയാം. നിങ്ങൾക്ക് ആ ഫിഗർ ഓർമ്മയുണ്ടല്ലോ? ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. നമ്മളൊന്ന് വരച്ചതാണ്. കൃത്യമായി ലാറ്റിസ് പോയിന്റ് ഒക്കെ ഞാൻ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിരുന്നതാണ്. കണ്ടല്ലോ? ഇതാണ് ഒരു സിമ്പിൾ ക്യൂബ്. ഞാൻ പറഞ്ഞ ഒരു ക്യൂബ് നമുക്കറിയാം. 6 ഫേസ്, 12 കോർണർ, 8 കോർണർ, 12 എഡ്ജ്. 6 ഫേസ്, 8 കോർണർ, 12 എഡ്ജ് ആണ് ഉള്ളത്. ഇതാണ് സിമ്പിൾ ക്യൂബിക്സ്. എന്താണ് സിമ്പിൾ ക്യൂബിക്സ്? ലാറ്റിസ് പോയിന്റ് only at their corners. Lattice sites or lattice points only at their corners. അവയുടെ കോർണറിൽ മാത്രം കാണപ്പെടുന്നതാണെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം സിമ്പിൾ ക്യൂബിക് സെൽ എന്നാണ്. ഒരു സിമ്പിൾ ക്യൂബിക് സെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആറ്റങ്ങളുടെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ. നിങ്ങൾ നോക്കിയേ, ഇവിടെ 8 കോർണർ ഉണ്ട്. ശരിയാണല്ലോ? 8 കോർണറുകൾ ഉണ്ട്. ഈ 8 കോർണറുകളും ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. അതെങ്കിൽ മാത്രമേ ഒരു ക്യൂബ് ആവത്തുള്ളൂ. ഇവിടെ ഞാൻ ഒരു കോർണർ കട്ട് ചെയ്ത് തന്നിട്ട് ക്യൂബ് അല്ല. അപ്പൊ 8 കോർണറിനും തുല്യ പ്രാധാന്യങ്ങളുള്ളത്. എല്ലാ കോർണർക്കും അതിന്
ഈച്ച് ഓരോ കോർണർ തുല്യ പ്രാധാന്യം. അതിന്റെ ഒരു കോർണർ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്ത് കിട്ടില്ല, അത് ക്യൂബ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇതൊന്ന് നോക്കിയേ, ഇതിനകത്ത് ഇത് ഈ ഒരു കോർണർ എടുക്കുമല്ല, ഈ ഒരു കോർണർ നമ്മൾ എടുക്കുവാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ഒരു കോർണർ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു കോർണറിന്റെ കോൺട്രിബ്യൂഷൻ എത്ര ആയിരിക്കും ഈ ഒരു ക്യൂബിനകത്ത്. അതായത് ഓരോ കോർണറിന്റെയും കോൺട്രിബ്യൂഷൻ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ, ഓരോ കോർണറിന്റെയും കോൺട്രിബ്യൂഷൻ 1/8 ആയിരിക്കില്ലേ? 1/8 ആയിരിക്കില്ലേ? അതായത് ഒരു 8 കോർണർ ഉണ്ടെങ്കിൽ മാത്രമേ ക്യൂബ് ആവാത്തൂ. അതിനകത്ത് ഓരോ കോർണറിന്റെയും കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/8 ആയിരിക്കും. ടോട്ടൽ എത്ര ഉണ്ട്? 1/8 into 8. പറഞ്ഞോളെ, ഈ 1/8 എന്താണ്? ഓരോ കോർണറിന്റെയും ഈച്ച് കോൺട്രിബ്യൂഷനെ വിളിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സംഖ്യയാണ് 1/8. കോൺട്രിബ്യൂഷൻ ആണ് 1/8 into 8. 8 means total corner. So 1/8 into 8. 1 into 8. 8/8 എത്ര വരും? 1 atom. 1 atom. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു ആറ്റമാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ആ ഒരു ക്യൂബ് എന്താണ്? ഒരു ആറ്റമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ കറക്റ്റല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ കാൽക്കുലേഷൻ കറക്റ്റ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റമാണെങ്കിൽ ഒരു ക്യൂബ് ഒരു ആറ്റമാണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് മീൻസ് 1 മാറ്റമൊന്നുമില്ല. ക്ലിയർ ആണല്ലോ? നമ്മൾ റിപ്പീറ്റ് ചെയ്യുവാണ്. നമ്പർ ഓഫ് ആറ്റം ഈസ് ഈക്വൽ ടു 1/8 into 8 is equal to 1 atom. അതെങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാല് 1/8 മീൻസ് ഒരു ക്യൂബിനകത്ത് 8 കോർണർ ഉണ്ട്. ആ ഓരോ കോർണറിന്റെയും കോൺട്രിബ്യൂഷൻ 1/8 ആണ്. ഇൻറ്റു ടോട്ടൽ കോർണർ 1/8 into 8. 1 into 8. 8/8 is equal to 1 atom. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇതാണ് SSC നമ്പർ ഓഫ് ആറ്റം. രണ്ടാമത്തെ ടോപ്പിക് കാര്യം നോൺ പ്രിമിറ്റീവ് നമ്മൾ പഠിച്ചു. നോൺ പ്രിമിറ്റീവ്സ് ഓർമ്മയുണ്ടല്ലോ? നോൺ പ്രിമിറ്റീവ്സ് നമ്മൾ പഠിച്ചു. നോൺ പ്രിമിറ്റീവ്സിനകത്ത് അതിനകത്ത് ഒന്നാമത്തെ ടൈപ്പ് ഏതായിരുന്നു? BCC. പറഞ്ഞേ, BCC, ബോഡി സെന്റേർഡ് ക്യൂബിക് സെൽ. ബോഡി സെന്റേർഡ് ക്യൂബിക് സെൽ. ഈ ബോഡി സെന്റേർഡ് ക്യൂബിക് സെല്ലിന്റെ പ്രത്യേകത എന്താണ്? ലാർജസ്റ്റ് പോയിന്റ് അവയുടെ കോർണറുകളിലും ഉണ്ട്, ഒപ്പം അതിന്റെ ബോഡിക്കകത്തും അതിന് ലാർജസ്റ്റ് പോയിന്റ് ഉണ്ട്. ശരിയാണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു ലാർജസ്റ്റ് പോയിന്റ് അവയുടെ ബോഡിക്ക് ആ സെന്റർ ഭാഗത്തും ഒരു ലാർജസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ക്യൂബാണ്, അതിന് മാറ്റമൊന്നുമില്ല. അതിനകത്തും 1/8 into 8 മാറ്റം വരുമോ? കാരണം അത് ഓൾറെഡി ക്യൂബ് ആണ്. അപ്പൊ ഈ 1/8 മാറ്റമില്ല. 1/8 into 8 ഉണ്ടെങ്കിൽ മാത്രമേ ക്യൂബ് ആവത്തുള്ളൂ. ആദ്യം പറഞ്ഞു 1/8 into 8. നോക്കിയേ, ലാർജസ്റ്റ് പോയിന്റ് കോർണറിൽ മാത്രമായിരുന്നെങ്കിൽ 1/8 into 8 into 1 വന്നേരം ആദ്യം പഠിച്ചു. ലാർജസ്റ്റ് പോയിന്റ് എവിടെ കൂടി വന്നിരിക്കുന്നു? ബോഡിക്കകത്ത് പ്ലസ് എത്ര ഉണ്ട്? ഒരെണ്ണം. 1 is equal to നോക്കിക്കോണം 1/8 into 8. 1 into 8 8. 8/8 is equal to 1. 1 plus 1 is equal to 2. നിങ്ങൾ നോക്കുക, എന്തുകൊണ്ടാണ് 1 കൊടുക്കാൻ കാരണം? ലാർജസ്റ്റ് പോയിന്റ് ബോഡിക്കകത്താണ്. ശ്രദ്ധിക്കുക നിങ്ങൾ. നമ്മളൊരു ബോട്ടിൽ എടുത്ത് ഒരു കുപ്പി എടുത്ത് അതിലേക്ക് ചെറിയൊരു കല്ലിടുവാണെങ്കിൽ അത് ബോഡിക്കകത്ത് പോകില്ലേ? ആ കല്ല് പൂർണ്ണമായിട്ടും ആ കുപ്പിക്കകത്ത് തന്നെയായിരിക്കും. അതിന് പുറത്തുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പറഞ്ഞാൽ മനസ്സിലായി? അതായത് ഞാൻ ഒരു ബോട്ടിലിനകത്ത് ഒരു കുഞ്ഞൊരു കല്ലിടുവാണെങ്കിൽ ആ കല്ല് പൂർണ്ണമായിട്ടും ബോഡിക്കകത്ത് തന്നെയായിരിക്കും ഒക്കുപ്പൈ ചെയ്യുന്നത്. ആ കല്ലിന് പുറത്തെ ഭാഗമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ ഞാൻ പറയുന്നു ഈ ഫുൾ ലാർജസ്റ്റ് പോയിന്റും ആ ബോഡിക്കകത്ത് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ +1 കൊടുക്കാൻ കാരണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? number of atom is equal to 1/8 into 8 plus 1 is equal to 2. ആദ്യം പറഞ്ഞ എന്തായിരുന്നു? 1/8 into 8 plus 8. 1/8 into 8. 8 into 8 is equal to 1. Okay, next one. ഇപ്പോ BCC നമ്മൾ പഠിച്ചിരിക്കുകയാണ്. രണ്ടാമത്തേതാണ് നമ്മൾ പഠിച്ചു എന്താണ്? FCC. വളരെ ക്ലിയർ ആയിട്ട് നോക്കണം. FCC കുറച്ച് ലോജിക്കൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. ലോജിക്കായിട്ട് പഠിക്കണം. FCC, ഫേസ് സെന്റേർഡ് ക്യൂബിക് സെൽ. എന്താണ്? ഫേസ് സെന്റേർഡ് ക്യൂബിക് സെൽ. ശ്രദ്ധിക്കുക, അവിടെയും നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു ശ്രദ്ധിക്കുക 1/8
into 8. ആ സംഖ്യയ്ക്ക് അവിടെ മാറ്റമില്ല. കാരണം അതിൽ ഓൾറെഡി ഒരു ക്യൂബ് ആണ്. 1/8 into 8. 1/8 into 8. ആ സംഖ്യയ്ക്ക് അവിടെ മാറ്റമില്ല. ക്ലിയർ ആണോ? ഓക്കെ ആണോ? 1/8 into 8. ശ്രദ്ധിക്കുക. പ്ലസ് എന്താണ് എഫിഷ്യൻസി പ്രത്യേകത? അതിന്റെ നമ്പർ ഓഫ് ലാർജസ്റ്റ് പോയിന്റ് അവയുടെ എല്ലാ കോർണറുകളും ഉണ്ട്, ഒപ്പം അവയുടെ എല്ലാ ഫേസിലും ഉണ്ട്. നമുക്കറിയാം ഹൗ മെനി ഫേസസ്? 6 ഫേസ് ഉണ്ട്. 1 2 3 4 5 6. 6 ഫേസ് ഉണ്ട്. അപ്പൊ ഞാൻ എഴുതി 1/8 into 8 പ്ലസ് 6 എന്നും കൊടുത്തു. പക്ഷെ അവിടെ കഴിയില്ല. നമ്മൾ നേരത്തെ എഴുതിയിരുന്നത് 1/8 into 8 plus 1. കാരണം ആ 1ന്റെ പ്രത്യേകത അത് ഫുള്ളും അതിനകത്ത് ഒക്കുപ്പൈ ആയിരുന്നു, ബോഡിക്ക് അകത്തായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ ക്യൂബിന്റെ ഫേസുകളിലാണ്, ഈ ക്യൂബിന്റെ ഫേസുകളിലാണ് ലാർജസ്റ്റ് പോയിന്റ് പിടിക്കുന്നത്. 1/8 മാറ്റമില്ല, അതിന്റെ 6 ഫേസുകളുണ്ട്. അതായത് നമ്മൾ ഇതിന് ക്യൂബായിട്ട് എടുക്കുക ആറ്റമാണ് ഈ ക്യൂബ്. ഇതിന് ചുറ്റുപാട് മാറ്റങ്ങൾ അനുഭവിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇത് ഫേസ് വരുമ്പോൾ ഈ ലാർജസ്റ്റ് പോയിന്റ് മറ്റേ ഇതിന് മുകളിൽ ഇരിക്കുന്ന ആറ്റത്തിന് അല്ലെങ്കിൽ ആ ക്യൂബിന്റെ ഫേസുമായിട്ട് കണക്ട് ആണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. അതായത് മറ്റേ ബോഡിക്ക് അകത്താണെങ്കിൽ അത് മറ്റൊരു ക്യൂബുമായിട്ട് ബന്ധമില്ല, ഫേസിലാണെങ്കിൽ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പം മറ്റു ക്യൂബുകളുടെ ഫേസുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഈ ലാർജസ്റ്റ് പോയിന്റ് ഷെയർ ചെയ്തു പോകും. അത് ഷെയർ ചെയ്തു പോകും. ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നു? എന്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടെന്ന് വെക്കുക, ഒരു ബുക്ക്. ആ ബുക്കിനകത്ത് ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കുക, ഞാനാണ് ഈ ബുക്ക് എടുത്ത് ഇതൊരു ബുക്കാണല്ലോ. അപ്പൊ ഈ ബുക്ക് എടുത്ത് ഞാൻ എന്ത് ചെയ്തു? തുറന്നിട്ട് ഇതൊരു ക്യൂബിന്റെ ഫേസ്, ഇത് മറ്റൊരു ക്യൂബിന്റെ ഫേസ് നോക്കൂ. എന്നിട്ട് ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി, നടുക്ക് സെൻട്രൽ ഭാഗത്തൊരു ചെറിയ ഹോൾ ഉണ്ടാക്കി. ഓക്കെ, ഇവിടെയും ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി. ശ്രദ്ധിക്കുക, ഇതൊരു ക്യൂബിന്റെ ഫേസ്, ഇത് മറ്റൊരു ക്യൂബിന്റെ ഫേസ്. ഇത് രണ്ട് ഫേസ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇവിടെ ഞാൻ ഒരു കുഞ്ഞു ഹോൾ ഉണ്ടാക്കി, ഇവിടെയും ഒരു കുഞ്ഞു ഹോൾ ഉണ്ടാക്കി. ഞാൻ ഇതിലേക്ക് ഒരു ക്രിക്കറ്റ് ബോൾ, ഒരു ബോൾ എടുത്തിട്ട് ആ ബോളിന്റെ പകുതി ഭാഗം ഈ ക്യൂബിന്റെ ഫേസില് ഇവിടെ ഉണ്ടാക്കിയ ഹോളിലോട്ട് വെക്കുന്നു. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. അതായത് ഇവിടെ നമ്മളൊരു ഫേസ് ആണ്, ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കി, ആ ഹോളിനകത്തോട്ട് ഒരു ക്രിക്കറ്റ് ബോളിന്റെ പകുതി ഭാഗം ഞാൻ ഇവിടെ വെച്ചു. അപ്പൊ ബാക്കി ഒരു പകുതി അതിനകത്തും ഒരു പകുതി മോളും ആണല്ലോ, നിൽക്കുവാണല്ലോ. അപ്പൊ ഓൾറെഡി ഇവിടെ നമ്മൾ ഹോൾ ഉണ്ടാക്കി. നമ്മളിത് ഈ ഹോള് ആ ക്രിക്കറ്റ് ബോളിന്റെ ബാക്കി പകുതിയിലേക്ക് വെച്ച് അടയ്ക്കുവാണ്. അപ്പൊ ബോൾ എവിടായി? രണ്ട് ഫേസിനും അകത്തായി, രണ്ട് ക്യൂബുകളുടെ ഫേസിനും അകത്ത് ഇപ്പം ബോൾ ഇരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇനിയാണ് പ്രത്യേകത. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ഫേസുകളുടെയും നടുക്കും കൂടി സെന്ററിൽ കൂടി ഇതിനെ കട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഫേസിനകത്ത് ഒരു ഫുൾ ബോൾ ക്രിക്കറ്റ് ബോൾ കിട്ടുമോ? നമുക്ക് കിട്ടത്തില്ല. എന്റെ കാര്യം എന്താണ്? രണ്ട് ഫേസും കൂടിയത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ആ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ശ്രദ്ധിക്കുക. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഈ പറഞ്ഞ കേസും. ഇവിടെ എന്താണ്? 6 into നമുക്ക് കൊടുക്കാം ഹാഫ് ആണ്. 6 into ഹാഫ്. എന്റെ കാരണമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. 6 into ഹാഫ്. നമുക്ക് 1/8 = 1 plus 6 into half is equal to 3. 1 plus 3 is equal to 4 atoms. 4 atoms. Okay, 4 atoms. ഒന്നുകൂടെ ഞാൻ പറയുവാണ്, നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് FCC 1/8 into 8 plus 6 into 1/2 is equal to 4 atom. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തേതാണ് നമ്മൾ പഠിച്ചതാണ് ECC, എൻഡ് സെന്റേർഡ് ക്യൂബിക് സെൽ. എന്നാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ലാർജസ്റ്റ് പോയിന്റ് അവയുടെ എല്ലാ കോർണറിലും ഉണ്ട്, എവിടെയോ രണ്ട് ഓപ്പോസിറ്റ് ഫേസ് ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് അതിനെ വിളിക്കാൻ എൻഡ് സെന്റേർഡ്. ഇതേപോലെ തന്നെ ഇവിടെ നമ്പർ ഓഫ് ആറ്റം ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാൻ എന്താ? 1/8 into 8. 1/8 into 8. അതിന് മാറ്റമില്ല. ഇവിടെ രണ്ട് ഫേസിലും ഓരോ ലക്ഷം 2 into half അവിടെയും കൊടുക്കണ്ടേ? കാരണം ഇതും ഫേസ് അല്ലയോ? ഇതിന്റെ കേസിൽ പറഞ്ഞ മാറ്റി തന്നെ ഇതും ഫേസ് അല്ലേ? മറ്റേത് 1 കൊടുക്കാൻ കാരണം അത് ഫുള്ളി ഒക്കുപ്പൈ ചെയ്യും. അപ്പൊ രണ്ട് ഫേസിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് ഷെയർ ചെയ്ത് പോകും, കോൺട്രിബ്യൂട്ട് ആയി പോകും. അപ്പൊ നമുക്ക് എഴുതാം 1/8 into 8 plus 2 into half is equal to നമുക്ക് എഴുതാം 1/8 into 8 എത്രയാണ്? 1 plus 2 into half എത്രയാണ്? 2 atoms. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് യൂണിറ്റ്സിൽ നിന്ന് പഠിക്കാനുള്ളത്.
ആദ്യം പറഞ്ഞ SSC മറക്കല്ലേ, how many atoms? 1 atoms. 1 atoms ആണ്. അതിനകത്ത് ഒരു ആറ്റം മാത്രമേ ഉള്ളൂ. എന്റെ കാരണം ഞാൻ പറഞ്ഞു 1/8 into 8 is equal to 1 atom. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞ സെക്ഷൻ അവിടെ നമ്മൾ തീരുമാനം. അപ്പൊ നമ്പർ ഓഫ് ആദ്യം പറഞ്ഞത് ബ്രേവിയസ് ലാറ്റിസ് ആയിരുന്നു. ബ്രേവിയസ് ലാറ്റിസ് എന്താണ് ബ്രേവിയസ് ലാറ്റിസ്? These are 14 possible variations of crystal lattice are called Bravais lattice. Okay, and the how 8 system 14 variation. I have to work to one. Next one നമ്മൾ പഠിച്ച ടോപ്പിക് number of atoms in unit cell. Number of atoms in unit cell. Number of atoms is unit cell എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് SSC ആണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് സെൽ. സിമ്പിൾ ക്യൂബിക് സെൽ. എന്താണ് സിമ്പിൾ ക്യൂബിക് സെൽ? അതിനാണ് നമുക്കറിയാം അതിന്റെ ലാറ്റിസ് പോയിന്റ് അവയുടെ കോർണറിൽ മാത്രമേ ഉള്ളൂ. ലാറ്റിസ് പോയിന്റ് അവയുടെ കോർണറിൽ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം സിമ്പിൾ ക്യൂബിക് സെൽ, അല്ലെങ്കിൽ പ്രിമിറ്റീവ് ക്യൂബിക് സെൽ, അല്ലെങ്കിൽ നോൺ സെന്റേർഡ് ക്യൂബിക് സെൽ. എന്നിട്ട് നമുക്ക് പറഞ്ഞു എന്താണ് അത് നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു 1/8 into 8 ഈക്വൽ ടു 1. ആ 1/8 എന്താണ്? ഓരോ ക്യൂബിന്റെ ഈച്ച് കോർണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഭാഗമാണ് 1/8. അതിന്റെ കോൺട്രിബ്യൂഷൻ ആണ് 1/8. നമുക്ക് പറയാം 1/8 into 8 is equal to 1 atom. 1/8 is equal to എന്താണ് 1 atom. രണ്ടാമത്തെ ടോപ്പിക് ആണ്. രണ്ടാമത്തെ ആയത് FCC. രണ്ടാമത്തെ ആയത് FCC അല്ലെങ്കിൽ ഏതാണ് നോൺ പ്രിമിറ്റീവ്. ഏതാണ് നോൺ പ്രിമിറ്റീവ്? അതിനകത്ത് ഫസ്റ്റ് ഏതാണ്? BCC ആണ്. ഫസ്റ്റ് BCC. BCC എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റം is equal to 1/8 into 8 plus 1 is equal to 2. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു. അതിനകത്ത് ഓൾറെഡി ക്യൂബ് ഉണ്ട്. 1/8 into 8 plus 1 is equal to 2 എന്നാണ്. FCC number of atom is equal to 1/8 into 8 plus 6 into half. ഞാൻ ആ ബുക്ക് വെച്ച് എക്സാമ്പിൾ കാണിച്ചു തന്നു. എന്തുകൊണ്ടാണ് കാരണം ആ പുസ്തകത്തിന്റെ പേജിൽ വെച്ച് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു. ക്രിക്കറ്റ് ബോളിന്റെ എക്സാമ്പിൾ വെച്ച്. So 1/8 into 8 plus 6 into half is equal to 4 atoms. Okay, next one ECC. Next one ECC ആയിരുന്നു. 1/8 into 8 plus 2 into half is equal to 2. എന്തുകൊണ്ട് 2 into half വരാൻ കാരണം അവിടെ? അതിന്റെ കാരണമാണ് എന്ത്? ഇതും ഫേസിൽ തന്നെയാണ്. ഇത് ഫേസ് ആകുമ്പോൾ ഈ ലാറ്റിസ് പോയിന്റ് രണ്ട് ക്യൂബിന്റെ ഫേസ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ആയി പോകുന്നത് കൊണ്ടാണ് ഇവിടെ ഹാഫ് വരാൻ കാരണം 2 ആണ്. ഇനി നിങ്ങൾക്ക് എൻട്രൻസ് പോലത്തുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു ഭാഗമുണ്ട്. അതിന്റെ പേര് നമ്മുടെ ടെക്സ്റ്റ് പറയുന്നില്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തേക്കാം. ECC എഡ്ജ്. ഇതെന്തായിരുന്നു? ഇത് എഡ്ജ് സെന്റർ ആണെങ്കിൽ ഈ സാധനം എഡ്ജ് ആണ്. എഡ്ജ് സെന്റർ ആദ്യമേ ഫസ്റ്റ് പറയുന്ന ക്ലാസ്സിൽ പറഞ്ഞു. ഇതിന് എത്ര എഡ്ജ് ഉണ്ട്? 12 എഡ്ജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മാത്രമേ. ഓക്കെ, അപ്പൊ എഡ്ജ് സെന്റേർഡ് എന്താണ്? എഡ്ജ് സെന്റേർഡ്. അതിന്റെ നമ്പർ ഓഫ് ആറ്റംസ് 1/8 into 8. അതിന് മാറ്റമൊന്നുമില്ല. എഡ്ജ് ആണല്ലോ, ഇതാണല്ലോ എഡ്ജ്. അപ്പൊ ഈ ഒരു നമുക്ക് ഫേസിലാണെങ്കിൽ ഹാഫ് ആണ്, എന്നാൽ എഡ്ജിലാണെങ്കിൽ അതിന്റെ ഓരോ ലാറ്റിസ് പോയിന്റിന്റെ കോൺട്രിബ്യൂഷൻ 1/4 വരും. 1/4 വരും. ബോഡിക്കകത്താണെങ്കിൽ 1 തന്നെ, എന്നാൽ ഫേസിലാണെങ്കിൽ ഹാഫ് വരും. ഞാൻ കാര്യം പറഞ്ഞു. എന്നാൽ എഡ്ജിലാണെങ്കിൽ എന്ത് ചെയ്യും? 1/4 ആണ്. അപ്പൊ നമുക്ക് എഴുതാം 1/8 into 8 plus എത്ര എഡ്ജ് ഉണ്ട്? മൊത്തം 12. 12 into 1/4. ശരിയാണോ? 12 into 1/4. 1/8 into 8 is equal to 1. 12നെ നമ്മൾ 1/4 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നോക്കിക്കോ, 12 into 1 എത്രയാണ്? 12/4 3. അപ്പൊ നമുക്ക് എഴുതാം 3 plus 1 is equal to 4 atoms. 4 atoms. എക്സ്ട്രാ ഞാൻ പറഞ്ഞു തന്നതാണ്. നിങ്ങൾ നോക്കി എൻട്രൻസ് പോലുള്ള ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ഇത് വെച്ച് പ്രോബ്ലം വരാറുണ്ട്. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്തിരിക്കുക. എഡ്ജ് സെന്റേർഡ് നമ്പർ ഓഫ് ആറ്റം 4 ആണ്. ഒന്നുമില്ല, ലാറ്റിസ് പോയിന്റ് ഇവിടെ കോർണറിൽ കാണുന്നു, എല്ലാ എഡ്ജിലും കാണുന്നു. അതാണ് സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ. ഓക്കെ ആണല്ലോ? അപ്പം BCC, FCC, ECC എന്ന എഡ്ജും കൂടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നോക്കുക. അതുപോലെ തന്നെ SSC 1 atoms പറഞ്ഞ മറക്കരുത്. ടെക്സ്റ്റിൽ ഉള്ള ആ ടേബിള് കൃത്യമായിട്ട് നോക്കുക. ആ 14 വേരിയേഷൻസ് വിളിക്കുന്ന പേരാണ് ബ്രേവിയസ് ലാറ്റിസ്. പലപ്പോഴും എക്സാമിന് 1 വേർഡ് ക്വസ്റ്റ്യൻ വന്ന ഒരു ഭാഗം കൂടിയാണ് ബ്രേവിയസ് ലാറ്റിസ്. The 14 variable variations are called dash എന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് എഴുതണം? അത് ബ്രേവിയസ് ലാറ്റിസ് ആണ്. ഓക്കെ ആണല്ലോ? അതിന്റെ എക്സാമ്പിൾസ്, അതിന്റെ കാര്യങ്ങളൊക്കെ ആ ബോക്സിൽ. അപ്പൊ നിങ്ങൾ ആ ബോക്സ് നോക്കുമ്പോൾ, നിങ്ങൾ ആ ടേബിൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് നോക്കിക്കോളൂ.
നമ്മൾ ആ ബോക്സ് നോക്കുമ്പോൾ പേരിന്റെ പേരുകൾ കാണും, അതിന്റെ ലെങ്ത് കാണും, അതിന്റെ ആംഗിൾ കാണും. അതെന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആ ബോക്സിനകത്ത് അല്ലെങ്കിൽ ആ ടേബിളിനകത്തുള്ളത് എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും കുറച്ചും കൂടി. ഇതാണ് ഒരു ക്യൂബ് ആണല്ലോ. നിങ്ങൾ നോക്കിക്കോണം, ഈ ക്യൂബിന്റെ ഒരു ലാറ്റിസ് പോയിന്റ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഒരു ലാറ്റിസ് പോയിന്റ് ആണ്. എല്ലായിടത്തും ലാറ്റിസ് പോയിന്റ് ഞാൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ശരി, കാണാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾ നോക്കിയാൽ ഓരോ ഈച്ച് ലാറ്റിസ് പോയിന്റ്, ഈ ക്യൂബിനകത്തുള്ള ഓരോ ഈച്ച് ലാറ്റിസ് പോയിന്റ് എത്ര എഡ്ജുമാണ് അല്ലെങ്കിൽ എത്ര ലൈനുമായിട്ട് ജോയിൻ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ ഉള്ള ഓരോ ഈച്ച് കോർണറും 3 ലൈനായിട്ട് ജോയിൻ ചെയ്യുന്നില്ലേ? നോക്കിയേ, 1 2 3. ശരിയാണോ? നിങ്ങൾ ഇത് നോക്കിക്കോ, 1 2 3. ഇത് നോക്കിക്കോളൂ, 1 2 3. നിങ്ങൾ ഏത് കോർണർ നോക്കിയാലും അവ 3 ലൈനായിട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കുക, എ ബി സി. ശരിയാണോ? ഞാൻ പറഞ്ഞ ഒരു ഐഡിയ എനിക്ക് മനസ്സിലായോ? അതായത് ഒരു ക്യൂബിനകത്തുള്ള ഈച്ച് കോർണറും 3 ലൈനുമായിട്ട് ജോയിൻ ചെയ്യുന്നു. നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി കൊടുത്തു എ ബി സി. എന്താണ് എ ബി സി? അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 ആംഗിളും ഉണ്ടാവില്ലേ? 3 എന്തുകൊണ്ടാവും? 3 ആംഗിൾ. ഇതൊരു ആംഗിൾ, ഇതൊരു ആംഗിൾ, ഇതൊരു ആംഗിൾ. ആ ആംഗിൾ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നു ആൽഫ ബീറ്റ ഗാമ. പഠിച്ചാണ് എന്താണ് ആൽഫ ബീറ്റ, ആൽഫ ബീറ്റ ഗാമ, ആൽഫ ബീറ്റ ഗാമ എന്നിങ്ങനെ 3 ആംഗിൾ നമ്മൾ പേര് കൊടുക്കുകയാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറയാം. ഇവിടെ ഓരോ ഈച്ച് പോയിന്റും 3 ലൈനായിട്ട് ഇവിടെ ജോയിൻ ചെയ്യുന്നു. പേര് കൊടുത്തു എ ബി സി. അവിടെ 3 ആംഗിളും ഉണ്ടായി, ആൽഫ ബീറ്റ ഗാമ. ഇതൊരു ക്യൂബ് ആയതുകൊണ്ട്, ഇതൊരു ക്യൂബ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞൂടെ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. കാരണം ക്യൂബ് അല്ലേ, എല്ലാ പോയിന്റും എല്ലാ ലൈനും സെയിം ആയിരിക്കത്തില്ല. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. അപ്പൊ ആംഗിൾ എന്തായിരിക്കും? ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഗാമ. ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു ഗാമ. 90 ഡിഗ്രി ആയിരിക്കും. ആ ലെങ്ത് മാറും, ഓരോ ക്യൂബിന്റെ വലുപ്പം ലെങ്ത് മാറും. അത് 90 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ പറയുന്ന ഒരു ടേബിളാണ്. ഓരോ രൂപത്തിന്റെയും ഓരോ സ്ട്രക്ചറിന്റെയും ആംഗിളും ലെങ്തും പറയുന്ന ഒരു ടേബിളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ആണോ? അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയുവാണ്, യൂണിറ്റ് ലാറ്റിസ് പോയിന്റ് നമ്മൾ ഓരോ പോയിന്റും നമ്മൾ എന്ത് ചെയ്യുന്നു? അത് 3 ലൈനുമായിട്ട് ജോയിൻ ചെയ്യുന്നു. എ ബി സി എന്ന് കൊടുത്തു. അവിടെ 3 തരം ആംഗിൾ, 3 തരം ആംഗിൾ ഉണ്ടാകുന്നു. ആൽഫ ബീറ്റ ഗാമ. അത് ക്യൂബ് ആയതുകൊണ്ട് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി എന്ന് പറയാം. അതുപോലെ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറയാം. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ന് പുതുതായിട്ട് പരിചയപ്പെടുന്നത്. വളരെ കൃത്യമായിട്ട് ക്ലാസ് നിങ്ങൾ നോട്ട് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക.